കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 57-ാമത്തെ വാക്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഈ ചിന്തകൾക്കായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ ഭാഗം നമുക്ക് വായിച്ചു വരുന്ന സമയത്ത് മരണത്തോടുള്ള ബന്ധത്തിൽ സ്തോത്രം നടക്കപ്പെടുന്ന ഒരു ചിന്തയാണ് പൗലോസ് അപ്പോസ്തലൻ ഈ ഭാഗത്ത് പറയുന്നത്, അല്ലേ? അപ്പം ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ശരീരം എങ്ങനെയുള്ളതാണ്, അത് ഭാവിയിലേക്ക് വരുന്ന സമയത്ത് ആ ശരീരം എങ്ങനെയുള്ളതായിട്ട് മാറും എന്നുള്ളതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായത് അമർത്യതയെയും ധരിക്കണം എന്ന് പറയുന്ന ഭാഗങ്ങളുണ്ട്. അപ്പം മാത്രമല്ല, മരണം എന്ന് പറയുന്ന ഒരു വലിയ വിഷയമാണ്, അല്ലേ? എല്ലാ മനുഷ്യർക്കും ഭയമുള്ള ഒന്നാണ് മരണമെന്ന് പറഞ്ഞ്. പ്രത്യേകിച്ച് നമ്മളതിൻ്റെ ബിബ്ലിക്കൽ സെൻസിലേക്ക് വരുന്ന സമയത്ത് ഒരു ക്രിസ്തീയ പ്രത്യാശ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മരണം ഒരിക്കലും ഒരു ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ അതൊരു മനുഷ്യൻ്റെ അവസാനമല്ല, വേറൊരു ഗ്രഹത്തിലേക്കുള്ള അല്ലെങ്കിൽ വേറൊരു വീട്ടിലേക്കുള്ള പ്രവേശന കവാടം മാത്രമായിട്ടാണ് മരണത്തെക്കുറിച്ച് നമ്മൾ കാണുന്നത്, അല്ലേ? തെസ്സലോനിക്ക ലേഖനത്തിലൊക്കെ നമ്മൾ വായിക്കുന്ന സമയത്ത് പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കേണ്ടതിനെന്നാണ് പറയുന്നത്. അപ്പം ദുഃഖിക്കുക എന്ന് പറയുന്നത് പ്രത്യാശയില്ലാത്ത അനുഭവത്തെയാണ്. എന്നാൽ പ്രത്യാശയുള്ള അനുഭവമാണ് സ്തോത്രം ദുഃഖിക്കാതിരിക്കുക എന്ന് പറയുന്നത്. അപ്പം മരണം ഒരു ഭയമാണ്, മരണം ഒരു ഭീതിയാണ്. പലപ്പോഴും അതിലേക്ക് എത്തിച്ചേരുന്ന മനുഷ്യർ പലപ്പോഴും അതിനകത്ത് ആ ഒരു ശക്തിക്കകത്ത് കുടുങ്ങിപ്പോകുന്ന ഒരു മേഖലയും കാണാൻ കഴിയും, അല്ലേ? അപ്പോൾ തന്നെ എന്തുകൊണ്ടാണ് മരണം ശക്തമായതെന്ന് ചോദിച്ചാൽ, വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ആദ്യമെങ്കിൽ ഏദൻ തോട്ടത്തിൽ വെളിപ്പെട്ട് വന്ന ലംഘനത്തിൽ, അല്ലേ, ആദാമിലും ഹവ്വയിലും വെളിപ്പെട്ട ലംഘനം, ദൈവിക വചനത്തിൻ്റെ ദൈവകൽപ്പനയുടെ അനുസരണക്കേട് നടന്നതിലൂടെയാണ് മരണം ലോകത്തിലേക്ക് വന്നത്. അപ്പം നമ്മൾ പാപം എന്നൊരു വിഷയത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ആദ്യത്തെ പാപം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുസരണക്കേടാണ്. അനുസരണക്കേടെന്ന പാപത്തിലൂടെയാണ് മരണം ലോകത്തിലേക്ക് കടന്നത്. അവിടെ മുതൽ ഇവിടം വരെ എന്ന് പറഞ്ഞാൽ യേശു കർത്താവിൻ്റെ ക്രൂശ് മരണം വരെ മരണത്തിൻ്റെ അധികാരി പിശാച. എന്നാൽ അവിടെ മുതൽ ഇങ്ങോട്ടാണ്, യേശുവിൻ്റെ ക്രൂശി മരണം മുതൽ ഇങ്ങോട്ടാണ് യേശു കർത്താവ് മരണത്തെയും പാതാളത്തെയും ജയിക്കുന്ന ഒരു ഭാഗത്തെ കാണുവാൻ തക്കവണ്ണം കഴിയും. അപ്പം ഇവിടെ നമ്മൾ 15-ാം അധ്യായം 1 കൊരിന്ത്യർ ലേഖനം വായിക്കുന്ന സമയത്ത് മരണത്തിൻ്റെ വിഷമുള്ള പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്നു. അപ്പം ഇവിടെ പറയുന്ന 3 കാര്യങ്ങളുണ്ട്. 1 പാപം, 2 ന്യായപ്രമാണം, മരണം. ഈ 3 കാര്യങ്ങളെ നമുക്ക് കാണാൻ കഴിയും, അല്ലേ? അപ്പം മരണം, പാപം, ന്യായപ്രമാണം, ഈ 3-ൽ നിന്നും നമുക്ക് ജയം എന്ത് ചെയ്തു? യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകി എന്നാണ് തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് സകലത്തിൽ എന്തുണ്ട്? ജയമുണ്ട്. സ്തോത്രം. പാപത്തിൽ നിന്ന് ജയമുണ്ട്, ശാപത്തിൽ നിന്ന് ജയമുണ്ട്. ദൈനംദിന ജീവിതത്തിൽ സ്തോത്രം നമുക്കൊരു ജയം നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അല്ല, സ്തോത്രം, മാനുഷിക മേഖലകളിൽ നിന്നുള്ള ഒരു ജയത്തെ കർത്താവ് നമുക്ക് നൽകിത്തരും. ഇങ്ങനെ ഒരു ജയം, ഒരു ആഗോള വ്യാപകമായ ഒരു ജയം നമുക്കുണ്ട്. പക്ഷെ എങ്ങനെയാണ്? യേശു ക്രിസ്തു മുഖാന്തരം ഒരു ജയം നമുക്കുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലയിൽ നീ പരാജയപ്പെട്ടവനാണോ? അല്ല, സ്തോത്ര, വിദ്യാഭ്യാസത്തിലോ ഭാവിയിലോ ജോലിയിലോ കുടുംബത്തിലോ തലമുറയുമായി ബന്ധപ്പെട്ടോ ഏതെങ്കിലും മണ്ഡലത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടോ? ആ പരാജയപ്പെട്ട നിങ്ങൾക്കൊരു ജയം തരാൻ യേശു ക്രിസ്തുവിന് സാധ്യമാണ്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ സ്തോത്രം, ആദരം തുറന്ന് വിളിച്ചു പറ, യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കാൻ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടുന്ന് ചിറകടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്താട്ടെ. എല്ലാവിധമായ നന്മകളാലും അനുഗ്രഹങ്ങളാലും ദൈവം നിറയ്ക്കും. ശൂന്യതകളിൽ നിന്ന് കർത്താവ് വിടുവിക്കും. ദീർഘായുസ്സ്, ആരോഗ്യം, ബല, സൗഖ്യം, നന്മയാശ്വാസം, വിടുതലുകളെ ദൈവം അവിടെ നിന്ന് കൽപ്പിച്ച് മാനിപ്പനിട വരുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. മഹത്വം, പുകഴ്ച, മാനമെല്ലാം കർത്താവിന്, യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.